സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത് ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ രാജേഷ് AK ആണ്. അദ്ദേഹം അല്പസമയം സാക്ഷി TV പ്രേക്ഷകർക്കൊപ്പം കൂടുന്നു. ലഹരി അല്ല, പഠനമാണ് ലഹരി എന്ന വിഷയമായി അദ്ദേഹം സാക്ഷിയുടെ പ്രേക്ഷകർക്കായി ഒരു സംവാദത്തിലേക്ക് തത്സമയം ചേരുകയാണ്. നമസ്കാരം സാർ. സാർ, ഈ സ്കൂളുകളിലും വീടുകളിലും ലഹരി അകറ്റി നിർത്താൻ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ നയപരിപാടി എന്ന് പറയുന്നത് വിമുക്തി മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ലഹരിയാണ് ജീവിതം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായ നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ എൻഫോഴ്സ്മെൻറ്റ് വർക്കിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും വളരെ ശക്തമായ രീതിയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെടുന്നുണ്ട്. സ്കൂളുകളിൽ പ്രത്യേകിച്ച് നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ അതാത് മാസങ്ങളിൽ വളരെ ഇടയ്ക്കിടയ്ക്ക് പോയി എടുക്കുന്നുണ്ട്. അതുപോലെ കുട്ടികളുമായിട്ട് സംവദിക്കുന്നുണ്ട്, അവിടുത്തെ അധ്യാപകരുമായിട്ട് സംവദിക്കുന്നുണ്ട്. അധ്യാപകർ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ, ലഹരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ അവർ തന്നെ അറിയിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ ഓരോ സ്കൂളിലും ഓരോ സ്റ്റാഫിനെയാണ് നമ്മൾ ഈ റേഞ്ച് ഓഫീസിൽ നിന്നും, അതായത് ഓരോ റേഞ്ചിൽ നിന്നും തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഓരോ സ്റ്റാഫിന്, ഒരു സ്കൂളിൽ ഒരു സ്റ്റാഫിന് ആ ഒരു ചുമതല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചുമതല കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ആ സ്കൂളിൽ ഒരു ടീച്ചറിന് അവിടെ ചുമതലയുണ്ട്. അപ്പോൾ ആ ടീച്ചറിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് അത് അറിയാൻ കഴിയുകയും ഏത് കുട്ടിയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് കുട്ടിക്കാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുള്ളത്, അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് കണ്ടെത്തി അതിൻ്റെ എന്താണ് അവിടെ ലിങ്ക്, അവന് ലഹരി എത്താനുള്ള സോഴ്സ് ഏതാണ്, അപ്പോൾ ആ സോഴ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തര പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തിടെ നടന്ന സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നും ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളെ ആയിട്ട് സംവദിക്കുകയാണെങ്കിൽ ആ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂളിൽ വിട്ടുവരുന്ന സമയത്ത് ആ കുട്ടികളുടെ ഡ്രസ്സ്, അതുപോലെ തന്നെ ബാഗുകൾ, അവരുപയോഗിക്കുന്ന പഠനോപകരണങ്ങൾ, മറ്റ് സാമഗ്രികൾ എല്ലാം എന്ത് ചെയ്യുക, എടുത്ത് നോക്കുക. എന്തൊക്കെയാണ് അതിനകത്തുള്ളത്, എക്സ്ട്രാ ആയിട്ട് എന്തൊക്കെയാണ് അവർ കൊണ്ടുവരാൻ ചാൻസ് ഉള്ളത്, അത് നോക്കണം. അവരെ നിരീക്ഷിക്കണം. അവരറിയാതെ അവരെ നിരീക്ഷിക്കുക. അവർ പോകുന്ന വഴിയിലൂടെ അവരറിയാതെ തന്നെ എന്നും പോകണമെന്നില്ല. അപ്പോൾ ഒരാഴ്ചയില്ല, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒന്ന് അവരെ നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. രക്ഷിതാക്കളോട് പറയാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിരീക്ഷിക്കുന്നതോടൊപ്പം അവർ എന്താണ്, അവരെ കൂട്ടുകാരാരാണ്, അവരെവിടെയൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് പോയാൽ രക്ഷിതാക്കൾക്ക് അതുപോലെ കൂടുതലായിട്ട് അവരെ സ്നേഹിക്കുക, അവരെ ശാസിക്കുന്നതോടൊപ്പം സ്നേഹിക്കുക, ശാസിക്കുന്നതിലുപരി അവരെ സ്നേഹിക്കുക. അപ്പോൾ അവരെ സ്നേഹിക്കുമ്പോഴാണ് കൂടുതലായിട്ട് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നമുക്ക് വീടുകളിൽ നിന്നും ആ ലഹരിയെ ഒന്ന് അകറ്റി നിർത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്കൂളിൽ ലഹരി എന്ന് പറയുന്നത് പല തരത്തിലുള്ള കുട്ടികൾ വരുന്നുണ്ട്. പല കുട്ടികൾ മാത്രമല്ല, ഇത് ലഹരി വിൽക്കുന്ന ആൾക്കാർ വരുന്നു. അപ്പോൾ അവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എൻഫോഴ്സ്മെന്റ് വർക്ക് നമ്മൾ ശക്തമായ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവരെ ചികിത്സ ചെയ്യുക, അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക. ബോധവൽക്കരണത്തിന് വേണ്ടി പ്രത്യേക വിങ്ങുണ്ട്. അപ്പോൾ അതിവർ ബോധവൽക്കരണം നടത്തും. പിന്നെ നമുക്ക് ചികിത്സ നടത്തുന്നതിന് വേണ്ടി ഇവിടെ പരവൂർ ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോയി ചികിത്സ നടത്താൻ പറ്റുന്നതാണ്. അത് പ്രത്യേകം കിടക്ക ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ള സംവിധാനങ്ങളാണ് ആ ഹോസ്പിറ്റലിലുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. ലഹരിക്ക് അടിമപ്പെട്ടവരെ ചികിത്സിക്കാവുന്നതാണ്. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ ലഹരിയെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താവുന്നതാണ്. സർ, മറ്റൊരു ചോദ്യം, നമ്മുടെ കുട്ടികൾ ഈ വലയിൽ അകപ്പെട്ടു എന്ന് ഒരു രക്ഷാകർത്താവിന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ലഹരിക്ക് അടിമപ്പെട്ടവരെന്ന് വെച്ചാൽ ഒരു പ്രത്യേക മൈൻഡ് മാറും, പെട്ടെന്നൊരു മൈൻഡ് അവർക്ക് മാറും. അതാണ് ഇതിൻ്റെ സ്ഥിരമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നെങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ രക്ഷിതാവിന് ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. രക്ഷിതാവിനാണ് കുട്ടിയെ പെട്ടെന്ന് അവൻ്റെ മൈൻഡ് മാറുന്നത് എന്താണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവർ നോക്കുക, അവൻ്റെ സ്വഭാവത്തിലുള്ള ചേഞ്ച്
എന്താണോ സംഭവിക്കുന്നത് ആ ചേഞ്ച് പെട്ടെന്ന് മനസ്സിലാക്കി അത് അപ്പം അങ്ങനെ ചേഞ്ച് ഉണ്ടാവാനുള്ള കാരണം എന്താണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊബൈൽ ഫോൺ നോക്കുക. അവൻ്റെ മൊബൈൽ ഫോണിൽ അവൻ ഉപയോഗിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്. അവൻ ചിലപ്പോൾ ക്ലോസ് ചെയ്തേക്കാം, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഉപയോഗിച്ച സാധനം വേറെ എന്തെങ്കിലും രീതിയിൽ ഫോർമാറ്റ് ചെയ്തേക്കാം. എന്നാലും ഇതിനെ റിട്രൈവ് ചെയ്തെടുക്കാനുള്ള സോഫ്റ്റ്വെയറും മറ്റ് ആപ്ലിക്കേഷനും ഉണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ വെച്ചിട്ട് അതിന് എടുക്കണം. പക്ഷേ രക്ഷിതാവിന് ചിലപ്പോൾ അതിനുള്ള ജ്ഞാനം ഉണ്ടായിരിക്കണമെന്നില്ല. എന്നാലും അത് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ അത് അറിയാവുന്ന ഒരാളിൻ്റെ കൊടുത്ത് അത് മനസ്സിലാക്കിയെടുത്ത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുക. അവൻ ഉപയോഗിച്ച് എന്തിനാണ്, അല്ലെങ്കിൽ അവൻ എന്തിനോടാണ് അവന് ടേസ്റ്റ്. അപ്പം അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവനെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവന് വൃത്തിയായിട്ട് നടക്കത്തില്ല. അവൻ എപ്പോഴും ഒരു വൃത്തികേടായിട്ട് ഡ്രസ്സൊക്കെ ക്ലീൻ ആയിരിക്കത്തില്ല, നല്ല രീതിയിൽ വൃത്തിയാവത്തില്ല. അങ്ങനെയൊക്കെയുള്ള അവൻ കൈയൊക്കെ പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കൈ വളരെ വൃത്തിഹീനമായിട്ട് നടക്കുന്നതാണ്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. ശ്രദ്ധിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രാഥമികമായ ലക്ഷണങ്ങളാണ് പറയുന്നത്. പിന്നെ മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രശ്നങ്ങളുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിൽ എവിടെയെങ്കിലും അവന് ടേസ്റ്റ്. അപ്പം അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവനെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവന് വൃത്തിയായിട്ട് നടക്കത്തില്ല. അവൻ എപ്പോഴും ഒരു വൃത്തികേടായിട്ട് ഡ്രസ്സൊക്കെ ക്ലീൻ ആയിരിക്കത്തില്ല, നല്ല രീതിയിൽ വൃത്തിയാവത്തില്ല. അങ്ങനെയൊക്കെയുള്ള അവൻ കൈയൊക്കെ പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കൈ വളരെ വൃത്തിഹീനമായിട്ട് നടക്കുന്നതാണ്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. ശ്രദ്ധിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രാഥമികമായ ലക്ഷണങ്ങളാണ് പറയുന്നത്. പിന്നെ മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രശ്നങ്ങളുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഹോസ്പിറ്റലിലോ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു സാധാരണക്കാരൻ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു വിവരം അറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയിക്കേണ്ട എക്സിസ്റ്റ് അതെങ്ങനെ നമുക്ക് അറിയിക്കാൻ കഴിയും? നമുക്ക് ടോൾ ഫ്രീ നമ്പറുണ്ട്. കമ്മീഷണർ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. എക്സൈസ് കമ്മീഷണർ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ ആ ടോൾ ഫ്രീ നമ്പറുണ്ട്. അതാത് ജില്ലകളിൽ ടോൾ ഫ്രീ നമ്പറുകളുണ്ട്. അപ്പോൾ അതിനകത്ത് വിളിച്ചറിയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ റേഞ്ച് അതിപ്പോൾ അങ്ങനെ വിളിച്ചറിയിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതാത് റേഞ്ച് ഓഫീസുകളിൽ തന്നെ വിളിച്ചറിയിക്കാവുന്നതാണ്. എല്ലാ റേഞ്ച് ഓഫീസുകളിലെയും അതുപോലെ ജില്ലാ ഓഫീസുകളുടെയും കമ്മീഷണറേറ്റിൻ്റെയും നമ്പറുകളെല്ലാം നെറ്റിൽ കൊടുത്തിട്ടുണ്ട്. ടോൾ ഫ്രീ നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ വിളിക്കാവുന്നതാണ്. ഈ സാക്ഷി TV പഠനമാണ് ലഹരി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. സാറിന് ആ ക്യാമ്പയിനെ പറ്റി എന്തഭിപ്രായമാണ്? എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ വളരെ നല്ല ഒരു അഭിപ്രായമാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാര്യം നമുക്ക് റീസെൻ്റ്ലി ആയിട്ട് നടക്കുന്ന സംഭവവികാസങ്ങൾ അത് നമുക്ക് ഒട്ടും അങ്ങോട്ട് സന്തോഷം തരുന്ന ഒന്നല്ല, വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ആ അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് ഈ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ലഹരിയിൽ നിന്നും മാറി വരുന്നതിന് വേണ്ടി സാക്ഷി TV ഒക്കെ ഇതേപോലെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് ഇതര മാധ്യമ പ്രവർത്തകർ, നിങ്ങൾ മാത്രമല്ല, സാക്ഷി TV പോലെയുള്ള മറ്റ് മാധ്യമ പ്രവർത്തകർ ഇതുപോലെ രീതിയിലേക്ക് ഉണർന്ന് പ്രവർത്തിക്കണം. സമൂഹത്തിൽ ലഹരിയെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള ശ്രമങ്ങൾ നടത്തി വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഓക്കെ.